അയ്യോ സാറേ, ഞാൻ അപ്പോത്തൊലിയനല്ല, വെറും തൊലിയൻ. ശവപണിയുവാൻ എന്ന പേരിൽ തന്റെ മുന്നിൽ ഇരിക്കുന്ന വട്ടുപിടിച്ച മുണ്ണകളുടെ കയ്യിൽ നിന്നും പണം പിടുങ്ങുവാൻ ഇട്ട ഒരു നമ്പർ പാളി അപ്പോത്തൊലിയൻ ടിനു എയറിലായിട്ട് ഇന്നേക്ക് 40 ദിനങ്ങൾ പിന്നിടുന്നു. ഇന്നുവരെ താഴെ വന്നില്ല എന്ന് മാത്രമല്ല, പോലീസ് കേസുമായി. വ്യാജദൂത് പറഞ്ഞ് പണാപകരണത്തിന് ശ്രമിച്ചു എന്ന കേസിൽ ജയിലിലാകും എന്ന അവസ്ഥയുണ്ടായി. അത് പേടിച്ച് അപ്പോത്തൊലിയൻ ഇപ്പോൾ ഇതാ പുതിയ അടവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ചെറിയൊരു ന്യായീകരണവുമായി. നല്ല വൃത്തിയായിട്ടും വെടിപ്പായിട്ടുമാണ് ന്യായീകരണം നടത്തുവാൻ ശ്രമിക്കുന്നത്. വയറിളക്കം വന്ന് വെളിക്കിറങ്ങിപ്പോയ അപ്പയിൽ കിടന്ന് മെഴുകുകയാണെന്ന് തോന്നാതിരിക്കുവാൻ പാപം പെടാപ്പെടുന്നത് കാണുക. അപ്പോത്തൊലിയന്മാരുടെ ഓരോ ഗതികേടെ. പരിശുദ്ധാത്മാവ് ആവശ്യമുള്ള സമയത്ത് സഹായിക്കില്ലെന്ന്. ന്യായീകരണം നടത്താനിരിക്കുമ്പോൾ ഒരു ധൈര്യത്തിന് അപ്പോത്തൊലിയന്റെ വിവിധ പൈശാചിക കേന്ദ്രങ്ങളിലെ ദിവസവേതനക്കാരായ വചനത്തൊഴിലാളികളെ പിടിച്ച് മുന്നിലിരുത്തി ഒരു ചർച്ചയുടെ ഫോർമാറ്റിലാണ് വെളുപ്പിരി നടത്തുവാൻ ശ്രമിക്കുന്നത്. താൻ മുതലാളിയും ബാക്കിയുള്ളവർ വെറും തൊഴിലാളികളും ആശ്രിതരുമാണെന്ന് കാണികൾക്ക് പെട്ടെന്ന് മനസ്സിലാവണം എന്നുള്ളത് കൊണ്ടാണ് അപ്പോത്തൊലിയൻ ഇരിക്കുവാൻ സ്പെഷ്യൽ സോഫ സെറ്റും ബാക്കിയുള്ളവർക്ക് പ്ലാസ്റ്റിക് കസേരയും. അപ്പോത്തൊലിയൻ കാബർക്ക് ടിനു എന്തോ ഭയങ്കര സംഭവമാണെന്നുള്ള മുഖഭാവത്തോടെയാണ് ആ ആശ്രിതർ ഇരിക്കുന്നത്. 5 ദിവസമായിരുന്നു ഇവർക്കുള്ള ഗ്രൂമിങ്. ഇത് ലൈവായി കൊടുത്ത് ഞാൻ പറഞ്ഞ മണ്ടത്തരം ഞാൻ തന്നെ തിരുത്തി, അതുകൊണ്ട് ലേലുവല്ലു എന്ന് കോടതിയിൽ നൽകുവാൻ വേണ്ടി മാത്രമാണ് ഇതുപോലൊരു മെഴുകൽ നാടകം ടിനു ഒരുക്കിയത്. ആ മെഴുകലിന്റെ പ്രസക്ത ഭാഗം നമുക്കൊന്ന് കാണാം. വിഷ്വൽ പ്ലീസ്. പ്രധാനപ്പെട്ടതായിട്ട് വന്നിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, യേശു കർത്താവ് അങ്ങയുടെ മുറിയിൽ വന്ന് അങ്ങയോട് സംസാരിക്കുന്നു. ആ സംസാരിച്ച കാര്യം അങ്ങ് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നു, അത് ജനത്തെ കേൾപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പലരും എന്നോട് ചോദിച്ചു. അദ്ദേഹത്തോട് യേശു സംസാരിച്ചു, അതെങ്ങനെ അദ്ദേഹം റെക്കോർഡ് ചെയ്തു, അത് ജനത്തെ കേൾപ്പിച്ചു എന്നൊക്കെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്താണ് പറയാനുള്ളതെന്നാണ് എൻ്റെ ചോദ്യം. സത്യം പറഞ്ഞാൽ ഒരു മറുപടി പറയേണ്ടി ഒരു കാര്യമായിട്ട് എനിക്കത് തോന്നുന്നില്ല. കാരണം അത് എൻ്റെ പ്രസംഗങ്ങൾ നിരന്തരമായി കേൾക്കുന്നവർക്കും എൻ്റെ മെസ്സേജുകൾ ഇപ്പോൾ ഈ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, എൻ്റെ ശബ്ദം കേട്ട് പരിചയമുള്ളവർക്കും കൃത്യമായിട്ട് ആ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാവും അത് ടിനു പാസ്റ്റർ തന്നെ ശബ്ദമാണ് എന്നുള്ളത്. എന്നാൽ അതിനകത്ത് സാർ ചോദിച്ചുകൊണ്ട് പറയാം, അതിനകത്ത് സംഭവിച്ച ഒരു കാര്യം. അതെ, മറുപടി പറയേണ്ടിയിരുന്ന യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. അപ്പോത്തൊലിയന്റെ അടിമകൾ മാത്രമായിരുന്നു ആ മണ്ടത്തരം കേട്ടിരുന്നു എങ്കിൽ. ഇതുപോലെ എന്തൊക്കെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. കൊറോണ സമയത്തെ പ്രവചനമൊന്നും ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ? ഇതിപ്പോൾ ആണുങ്ങൾ എടുത്തിട്ടലക്കി വൈറലാക്കി ബോധമുള്ളവർ പലരും കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ പോലീസ് കേസുമായി അകത്താക്കുന്ന സ്ഥിതിയും ഉണ്ടായി. അതുകൊണ്ടാണ് നാറിക്കിടക്കുകയാണെങ്കിലും അതിൽ കിടന്നൊന്നുകൂടി മെഴുകിക്കളയാമെന്ന് തീരുമാനിച്ചത്. ഏത്? അതിനൊരു 4 ദിവസം മുമ്പ്, ഞാൻ ആ ദിവസങ്ങളിലെല്ലാം ഫാസ്റ്റിങ്ങിലും പ്രയറിലുമായിരുന്നു. ഞാൻ രാവിലെ എൻ്റെ പ്രഭാതത്തിലുള്ള പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിച്ച്, നമ്മുടെ പ്രയറിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഓ, അത് ശരി. ഞങ്ങളൊക്കെ അപ്പോൾ സിൽക്ക് സ്മിതയെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഒന്ന് പോ എൻ്റെ ടിനു. ഞാൻ ദൈവസാന്നിധ്യം അനുഭവിക്കാറുണ്ട്. അപ്പോൾ ദൈവസാന്നിധ്യം എന്ന് പറയുന്നതിന് ദൈവം അവിടെ വന്നു, കർത്താവ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ദൈവസാന്നിധ്യം എന്ന് പറയുന്നത്, അല്ലേ? ആ ദൈവസാന്നിധ്യത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ ജനത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി, അവരെ പഠിപ്പിക്കേണ്ടതിനായിട്ട് കർത്താവ് എനിക്കൊരു വചനം തന്നു. വചനം ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഞാൻ ആ വചനഭാഗം ബൈബിൾ തുറന്നെടുത്തു. അത് സദൃശ്യവാക്യങ്ങൾ 17-ാം അധ്യായം 13-ാമത്തെ വാക്യമാണ്. പ്രോവർബ്സ് ചാപ്റ്റർ 17 വേർഡ് 13 ആണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നെങ്കിൽ തിന്മ നിങ്ങളുടെ കൂടാരത്തെ വിട്ടുപോകുക. ചിരിപ്പിക്കല്ലേ, ജനങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി എന്ന്. ഇവനാര്? വിശ്വാസികളുടെ പിതാവ് അബ്രഹാമോ? അല്ലാതെ നാട്ടുകാരുടെ പോക്കറ്റിൽ കിടക്കുന്ന പണം അടിച്ചു മാറ്റാൻ വേണ്ടിയല്ല. ഒരു മയത്തിനൊക്കെ തള്ളടാട്ടിനു. ഞാനൊരു വാക്യം വായിക്കുമ്പോൾ എൻ്റെ നോട്ട് പാഡിൽ ഞാൻ എഴുതി വെക്കുകയോ റെഫറൻസ് എഴുതി വെക്കുകയോ ചെയ്യും. പക്ഷെ എനിക്ക് ആ വാക്യത്തെ ആ സമയത്ത് പെട്ടെന്ന് എഴുതി വെക്കാൻ തോന്നുകയല്ലായിരുന്നു.
നമുക്കിപ്പോൾ ഒരു പാട്ട് കിട്ടി, ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ പാട്ടുകാരുണ്ട്, പാട്ട് പാടുന്ന പിള്ളേരുണ്ട്. അവർക്കൊരു പുതിയ പാട്ട് കിട്ടിയാൽ പെട്ടെന്ന് അവരവരുടെ ഫോൺ എടുത്ത് ആ പാട്ട് അവരങ്ങ് റെക്കോർഡ് ചെയ്യും, മറന്നു പോകാതിരിക്കുക, അല്ലേ? പാട്ടുകാർ പിള്ളേർ അങ്ങനെ എന്തൊക്കെ കാണിക്കും, പറയും. വലിയ അപ്പോസ്തലനായ നിനക്ക് എങ്ങനെ ഈ മണ്ടത്തരം പറ്റി എന്ന് മാത്രം ഇവിടെ പറഞ്ഞാൽ മതി. അതുപോലെ അധികം കടന്ന് മെഴുകല്ലേ. നമുക്ക് പെട്ടെന്ന് നമ്മളൊക്കെ വണ്ടി യാത്ര ചെയ്യുമ്പോൾ ഒരു പുതിയ തോട്ട് നമ്മുടെ അകത്ത് വന്നു. വചനം പ്രസംഗിക്കുന്നവർക്ക് അറിയാം, എന്തെങ്കിലും ഒരു റെവലേഷൻ, ഒരു തോട്ടോ പരിശുദ്ധാത്മ നമുക്ക് തന്നാൽ നമ്മൾ നമ്മുടെ എഴുതി വെക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് അത് ആ ഫോണിനകത്ത് അങ്ങ് റെക്കോർഡ് ചെയ്ത് വെക്കും, പിന്നെ അത് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ആക്ച്വലി ഈ ഒരു വാക്യം കർത്താവ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം ഇടപെടുകയാണ്. ദൈവസഭയ്ക്കെതിരെയോ ദൈവിക പ്രവർത്തനങ്ങൾക്കെതിരെയോ പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ നിന്റെ വീട്ടിനകത്തുനിന്ന് തിന്മ വിട്ടുപോകത്തില്ല. അത് എൻ്റെ വാക്കല്ല, അത് ദൈവത്തിന്റെ വചനമാണ്. ശരി, ഇനി ഭോഷനായ നീ അന്ന് മണ്ടന്മാരായ നിന്റെ മുന്നിൽ ഇരുന്നവരോട് പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്നുകൂടി കാണാം. കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന്. ലിസൺ, ഇത് കേട്ട് കഴിയുമ്പോൾ കയ്യടി വരത്തില്ല, അതുകൊണ്ട് ഇപ്പൊ അടിച്ചോ. ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു, ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. സദൃശവാക്യങ്ങൾ 17-ാം അധ്യായം 13-ാം വാക്യത്തിൽ എന്താണ് കള്ളപ്രവാചക പറഞ്ഞിരിക്കുന്നത്? ഒരുത്തൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നു എങ്കിൽ അവന്റെ ഭവനത്തെ തിന്മ വിട്ടു മാറുകയില്ല എന്ന്. ഈ വേദവാക്യത്തിനിടയിൽ ചർച്ചിന്റെ തിന്മ നോക്കി നടക്കുന്ന എന്ന് നീ കൂട്ടിച്ചേർത്തത് എന്തിനാണ്? നീ നടത്തിയ വ്യഭിചാരം വിശ്വാസികൾ തമ്മിൽ പറഞ്ഞു തുടങ്ങിയപ്പോൾ നീ ഇട്ട ഒരു രക്ഷപ്പെടൽ തന്ത്രമായിരുന്നില്ലേ അത്? അധികമായി വചനത്തോട് കൂട്ടിച്ചേർത്തു. വിശുദ്ധ വേദപുസ്തകത്തിലെ വചനങ്ങളെ കൂട്ടുവാനും കുറയ്ക്കുവാനും നിനക്ക് ആര് അധികാരം തന്നു? ഇടാ അപ്പോസ്തലിയ, കള്ളപ്രവാചക, ദൈവനാമത്തെ വ്രത ഉപയോഗിച്ച് വിഗ്ഗും വെച്ച് മേക്കപ്പും ഇട്ട് പണം പിടുങ്ങുവാനും വ്യഭിചാരം നടത്തുവാനും കുടുംബം കലക്കുവാനും നടക്കുന്ന നിനക്ക് ദൈവവചനത്തെ വളച്ചൊടിക്കുവാൻ ആര് അധികാരം നൽകി? അതുപോലെ സദൃശവാക്യം 17-ാം അധ്യായം 13-ാം വാക്യത്തിന് തൊട്ട് താഴെ പറയുന്ന 15-ാം വാക്യം നിന്റെ കൂടെ ഇരുന്ന് നിന്നെ നീതീകരിക്കുവാൻ ശ്രമിക്കുന്നവർക്കുള്ള അടിമകൾക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ദുഷ്ടനെ നീതീകരിക്കുന്നവനും നീതിമാനെ കുറ്റം വിധിക്കുന്നവനും രണ്ടുപേരും യഹോവയ്ക്ക് വെറുപ്പ് എന്ന്. പക്ഷെ ഞാനത് വിട്ടു. സൺഡേ ചർച്ചിൽ വന്നു, ഇങ്ങനെ കോമൺ ആയിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ജനത്തിന്റെ അനുഗ്രഹം അപ്പോഴും ഞാൻ സംസാരിക്കുന്നത്, ജനത്തിന്റെ ഡെലിവറൻസ് അപ്പോഴും സംസാരിക്കുന്നത്. അതെ, ആ വചനം നിനക്കുള്ള നിന്റെ കുടുംബത്തിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. ദുരുപദേശം നൽകി ജനങ്ങളെ വഴിതെറ്റിക്കുന്ന, വചനം വളച്ചൊടിച്ച് ആത്മീയ വിചാരം നടത്തുന്ന നിനക്കും നിന്റെ കുടുംബക്കാർക്കുമുള്ള ഒരു താക്കീതായിരുന്നു ആ വേദവാക്യം. നിന്റെ പൈശാചിക കൂട്ടായ്മയെ നിനക്കെങ്ങനെ ഒരു സഭ എന്ന് വിളിക്കുവാനുള്ള ധൈര്യമുണ്ടായി? വിശ്വാസികളെ ദുരുപദേശം നൽകി ചൂഷണം ചെയ്യുന്ന സാത്താന്റെ സേവകനായ നിനക്ക് ദൈവത്തിന്റെ പദം ഉച്ചരിക്കുവാൻ, വിശുദ്ധ വേദപുസ്തകം കയ്യിലെടുക്കുവാൻ, അത് ദുർവ്യാഖ്യാനം ചെയ്യുവാൻ എങ്ങനെ ധൈര്യമുണ്ടായി? അതും പോരാഞ്ഞിങ്ങനെ വന്നിരുന്ന് മെഴുകുവാൻ നിനക്കെങ്ങനെ തൊലിക്കെട്ടി കിട്ടി? ജോർജിന്റെ രേതസിൽ പിറന്ന ഒരുവന് കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടി എങ്ങനെയുണ്ടായി? അപ്പൊ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു കാര്യം പ്രാർത്ഥനയിൽ ഈ ഒരു വചനഭാഗത്തിലൂടെ എനിക്ക് ലഭിച്ചത്, എനിക്ക് റെഫറൻസ് ഓർമ്മ വന്നില്ല. ഞാൻ പെട്ടെന്ന് നിങ്ങളോട് പറഞ്ഞു, ആ ഫോണിഞ്ഞെടുത്തേന്ന് പറഞ്ഞു, ആ ഫോണിഞ്ഞെടുത്തേന്ന് പറഞ്ഞു. അതെടുത്തിട്ട് ആ സമയത്ത് എൻ്റെ അകത്ത് കർത്താവ് തന്ന, അല്ലെങ്കിൽ ആ വചനത്തിലൂടെ തന്ന ചിന്ത, ദൈവം ഇപ്പൊ വചനം കർത്താവല്ലേ തരുന്നേ. ഒരു പ്രസംഗം പ്രിപ്പയർ ചെയ്യുന്ന പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവർക്കേ അതറിയത്തുള്ളൂ. ആ ഭാഗം ഞാൻ പറഞ്ഞു, ദൈവസഭയ്ക്കോ ദൈവരാജ്യത്തിനോ ദൈവിക പ്രവർത്തികൾക്കോ എതിരെ പ്രവർത്തിക്കുന്നവരുടെ വീട്ടിൽ നിന്ന് തിന്മ വിട്ടുപോകുകയല്ല. അത് സദൃശവാക്യം 17-ന്റെ 13-ാം വാക്യമാണ്. അത് ഞാൻ ഈ ഫോണിനകത്തോട് അന്ന് പറഞ്ഞത്, എൻ്റെ ശബ്ദത്തിൽ ഞാൻ തന്നെ റെക്കോർഡ് ചെയ്ത് പറഞ്ഞ ആ സാധനം കേൾപ്പിച്ചു. ചർച്ചക്കാർക്കെല്ലാം അത് മനസ്സിലായി, നിങ്ങളെല്ലാം കേട്ടാണ് വിട്ടു. പക്ഷേ അത് ഈ നിലയിലൊരു കാര്യമായി തീരുമെന്നൊന്നും, അങ്ങനൊക്കെ ചെയ്യുമെന്നൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചോണ്ടോ വിചാരിച്ചോണ്ടോ അല്ല അങ്ങനൊരു കാര്യം പറഞ്ഞത്. ഇതിനെയാണടാ അപ്പോസ്തലിയ ദൈവത്തിന്റെ ഇടപെടൽ എന്ന് പറയുന്നത്.
നീ ഒരിക്കൽ പോലും കരുതിയില്ല ഇതുപോലൊരു പണി വരുമെന്ന്. നീ സാത്താന്റെ ഉപാസകനാണെന്നും വചനത്തിൽ പ്രതിപാദിക്കുന്ന കള്ളപ്രവാചകനാണെന്നും ജനത്തിന് ദൃഷ്ടാന്തമാക്കുവാനാണ് നിന്റെ വായിൽ നിന്ന് തന്നെ ഈ മണ്ടത്തരം പുറത്തു വന്നത്. നിന്നിൽ ദൈവാത്മാവായിരുന്നു വ്യാപിക്കുന്നതെങ്കിൽ നീ ഉടായ്പ പറയില്ലായിരുന്നു, നിനക്ക് ഈ പണി കിട്ടില്ലായിരുന്നു. അതെ, നിന്നെപ്പോലെയുള്ള അപ്പോസ്തലന്മാർ കാണിക്കുന്ന പണികളാണിത്. നിന്റെ വായിൽ നിന്ന് വരുന്ന മണ്ടത്തരങ്ങളും നിന്റെ ദുരാഗ്രഹങ്ങളും അഭിലാഷങ്ങളുമെല്ലാം നിന്റെ വാക്കുകൾക്ക് പട്ടിയുടെ വില പോലും ജനം കൽപ്പിക്കുന്നില്ലാത്തത് കൊണ്ട് ദൈവത്തിന്റെ പേരിലാക്കി പറയുക, അവയെല്ലാം ദൈവത്തിന്റെ പേരിൽ ചാർത്തി കൊടുക്കുക. നീ അന്ന് പറഞ്ഞത് കൊട്ടാരക്കരക്കാരൻ ജോർജിന്റെ മകൻ തിരുവിന്റെ ജൽപ്പനങ്ങളായി മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു, ഒരു വിവാദവും ഇവിടെ ഉണ്ടാകില്ലായിരുന്നു. ദൈവം ഗജഫ്രോഡായ നിന്റെ മുറിയിൽ വന്ന് നിന്നോട് സംസാരിച്ചു, നീ അത് റെക്കോർഡ് ചെയ്തു എന്നൊക്കെ തള്ളിമറിക്കുവാൻ പോയപ്പോഴല്ലേ നിന്നെ നാട്ടുകാർ വലിച്ചു കീറി ഒട്ടിച്ചത്. അതിപ്പോൾ നമുക്കാണെങ്കിലും ഒരു പാട്ടോ ഒരു പുതിയ തോട്ട്സോ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ നമ്മളത് എഴുതി വെക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്നത്തെ സജ്ജീകരണം അനുസരിച്ച് അത് ഫോണിനകത്ത് റെക്കോർഡ് ചെയ്യും. ഇപ്പൊ പ്രാർത്ഥനാമുറിയിൽ പ്രാർത്ഥിച്ച സമയത്ത് വചനധ്യാനത്തിന്റെ ഇടയിൽ ദൈവം എനിക്ക് തന്നതായതുകൊണ്ട്, ബൈബിളിലെ വാക്യമായതുകൊണ്ട്, കർത്താവിന്റെ സാന്നിധ്യത്തിലായതുകൊണ്ട് ആണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എൻ്റെ മുറിയിൽ കർത്താവ് വന്ന് എനിക്ക് തന്ന, എന്നോട് സംസാരിച്ച കാര്യം എന്ന് പറഞ്ഞത്. എല്ലാ പാസ്റ്റർമാരും എല്ലാവരും അങ്ങനെ തന്നെ പറഞ്ഞത്. ദൈവം എന്നോട് സംസാരിച്ച വചനം അല്ലെങ്കിൽ ദൈവം എന്നോട് സംസാരിച്ച ഒരു ആലോചന ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അത് ഞാൻ മറന്നു പോകാതിരിക്കാൻ എൻ്റെ ഫോണെ എൻ്റെ ശബ്ദത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചു. അതിനകത്ത് സാറും അങ്ങനെ അതല്ലേ മനസ്സിലാക്കി? ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കി. എനിക്ക് തോന്നുന്നു ഈ ദൈവ ശബ്ദം എന്ന വാക്ക് പറഞ്ഞതുകൊണ്ട് തനിക്ക് ഇങ്ങനെയൊക്കെ തോന്നും പ്ലാച്ചറെ. കാരണം താൻ ഇവന്റെ കൂലിക്കാരനല്ലേ. അല്ല എന്ന് പറഞ്ഞാൽ താൻ പിന്നെ വല്ല പണിയെടുത്ത് ജീവിക്കേണ്ടി വരില്ലേ? ഇനിയും ഭവ്യത ഒരല്പം കൂടിപ്പോയില്ലേ എന്നൊരു തോന്നൽ എല്ലാവർക്കും അവിടെയാ കൺഫ്യൂഷൻ ഉണ്ടായി. എല്ലാവർക്കും അറിഞ്ഞുകൂടാ. വചനം ദൈവശബ്ദമാണ്. ദൈവവചനം കൃത്യമായി പറഞ്ഞാൽ അത് ദൈവശബ്ദമാണ്. എന്നാൽ സ്തോത്രകാഴ്ച പിടുങ്ങിയായ നീ പറയുന്നത് നിന്റെ വെറും ജൽപ്പനങ്ങൾ മാത്രമാണ്. അതെങ്ങനെ ദൈവശബ്ദമാകും? ഇതൊക്കെ നീ നിന്റെ ഡെയിലി വേജസുകാരായ വചനത്തൊഴിലാളികളെ വിളിച്ച് പറയുന്നതായിരിക്കും ഉത്തമം. അല്ലാതെ ഇത് പബ്ലിക്കായി പുറത്തുവിടരുത്. നീ പൊട്ടനാണെന്ന് അവർ ഉറപ്പിക്കും. വെള്ള ഷർട്ടും പൗഡറും ഇട്ട് വിഗും വെച്ചിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്നറിയുക. ഒരു ദൈവദാസൻ മൈക്കിലൂടെ സംസാരിക്കുന്നത് യഥാർത്ഥമായി സുവിശേഷം പ്രസംഗിക്കുക അല്ലെങ്കിൽ വചനം പ്രസംഗിക്കുക, ദൈവവചനത്തെ വിളംബരം ചെയ്യുന്നത് ദൈവശബ്ദമാണ്, ദൈവത്തിന്റെ ആലോചനയാണ്. അത് വചനം പറയുമ്പോൾ നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിക്കുമ്പോൾ നീ എന്റെ അധരമാകും എന്ന് വചനമില്ലേ? അതെ, ഇവന്മാർ സർട്ടിഫൈഡ് എ ക്ലാസ് മൊണ്ണങ്ങളായതുകൊണ്ടല്ലേ നിന്റെ വാക്കുകൾ അപ്പടി വിശ്വസിച്ച് നിന്നെ കേൾക്കുവാൻ തുള്ളിച്ചാടി വരുന്നത്. നിന്റെ പൈശാചിക പരിപാടി നീ അവർക്ക് മാത്രമായി ലിമിറ്റ് ചെയ്യുക. ചിന്തിക്കുന്നവർ ഇത് കേട്ടാൽ വചനമറിയാവുന്നവർ നിന്നെ വലച്ചു കീറി സ്റ്റിക്കറാക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. റിജു സാറേ, ഇപ്പൊ ഈ ഒരു കാര്യത്തിൽ അന്നത്തെ നമ്മുടെ ആരാധനയിൽ പങ്കെടുത്ത വിശ്വാസികൾക്കോ അന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കിയവർക്കും ചർച്ചിലിരുന്ന ആയിരക്കണക്കിന് വിശ്വാസികൾക്കും അല്ലെങ്കിൽ വിസിറ്റേഴ്സിനൊന്നും അവർക്ക് അതിനകത്തൊരു കൺഫ്യൂഷനും ഇല്ല. ഒരു കൺഫ്യൂഷനും ഇല്ല. അവർക്ക് കൃത്യമായിട്ട് എന്തോ നടന്നതെന്ന് അവർക്ക് അറിയാം. അത്രേ ഉള്ളൂ കാര്യം. നീ പ്രതിപാദിച്ച സദൃശവാക്യങ്ങൾ 17-ാം അധ്യായത്തിൽ നീ വായിക്കുവാൻ വിട്ടുപോയ ചില വേദഭാഗങ്ങളുണ്ട്. അതും കൂടി ഞാൻ നിന്നെ ഓർമ്മിപ്പിച്ച് നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവന്റെ പൈശാചിക കൂട്ടായ്മയിലേക്ക് മക്കളെ അയക്കുന്ന മാതാപിതാക്കളോട് വചനം പറയുന്നത് എന്തെന്നാൽ, നാണം കെട്ട മകന്റെ മേൽ ബുദ്ധിമാനായ ദാസൻ കർത്തൃത്വം നടത്തും, സഹോദരന്മാരുടെ ഇടയിൽ അവകാശം പ്രാപിക്കും എന്ന്. സദൃശവാക്യങ്ങൾ 17-ാം അധ്യായം 2-ാം വാക്യം. ഇവനെ പോലെയുള്ളവന്മാർ നിന്റെ ബുദ്ധിഹീനന്മാരായ മക്കളുടെ ഭവനത്തിൽ കയറി അപ്പനാകും എന്ന് ചുരുക്കം. ഇവന് ചെവി കൊടുക്കുന്ന മുണ്ണകൾക്കുള്ള സന്ദേശമാണ് ഇനി. സദൃശവാക്യങ്ങൾ 17-4. ദുഷ്കർമ്മി നീതികെട്ട അധരങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്നു, വ്യാജം പറയുന്നവൻ വഷളത്വമുള്ള നാവിന് ചെവി കൊടുക്കുന്നു. ദാരിദ്ര്യം ശാപമെന്ന് ദുരുപദേശം നൽകുന്ന അപ്പോസ്തലന്മാരുടെ വചനം പറയുന്നു. ദരിദ്രനെ പരിഹസിക്കുന്നവൻ അവന്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു, ആപത്തിൽ സന്തോഷിക്കുന്നവന് ശിക്ഷ വരാതിരിക്കുകയില്ല. സദൃശവാക്യങ്ങൾ 17-5. 10 കുസ്തിയുമായി നടക്കുന്ന അപ്പോസ്തലന്മാർക്കുള്ള ദൂത് സദൃശവാക്യങ്ങൾ 17-7 ഇപ്രകാരം പറയുന്നു. സുഭാഷിതം പറയുന്ന അധരം ഭോഷന് യോഗ്യമല്ല, വ്യാജമുള്ള അധരം ഒരു പ്രഭുവിന് എങ്ങനെ. ഇനി ഈ അപ്പോസ്തലന്മാരെ സമൂഹമധ്യത്തിൽ തുറന്നു കാട്ടുന്ന മാധ്യമങ്ങൾക്കുള്ള ഉപദേശം സദൃശവാക്യങ്ങൾ 17-10 ഇപ്രകാരം പറയുന്നു. ഭോഷനെ 100 അടിക്കുന്നതിനേക്കാൾ ബുദ്ധിമാനെ 1 ശാസിക്കുന്നത് അധികം ഫലിക്കും.
ഇവന്മാരെ എത്ര അടിച്ചിട്ടും കാര്യമില്ല എന്ന് വചനം തന്നെ ഓർമ്മിപ്പിക്കുന്നു. 12-ാം വാക്യത്തിൽ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. മൂഢനെ അവന്റെ ഭോഷത്വത്തിൽ എതിരിടുന്നതിനേക്കാൾ കുട്ടികൾ കാണാതെ പോയ കരടിയെ എതിരിടുന്നത് ഉത്തമം എന്ന്. ഇനി 13-ാം വാക്യത്തിൽ കൃത്യമായി പറയുന്നു, ഒരുത്തൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നു എങ്കിൽ അവന്റെ ഭവനത്തെ തിന്മ വിട്ടുമാറുകയില്ല. ഇതാണ് പൈശാചികദാസൻ ടിനുവിനോട് ദൈവം നൽകിയ ആ മുന്നറിയിപ്പ്. അതുപോലെ 16-ാം വാക്യത്തിൽ ടിനുവിനെ പോലെയുള്ളവരോട് വചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു, മൂഢന് ബുദ്ധിയില്ലാതിരിക്കെ ജ്ഞാനം സമ്പാദിക്കുവാൻ അവന്റെ കയ്യിൽ ദ്രവ്യം എന്തിന് എന്ന്. മൂഢനായവന് നിങ്ങൾ എന്തിന് ദശാംശവും സ്തോത്രകാഴ്ചയും ഒക്കെ കൊണ്ട് കൊടുക്കുന്നു എന്ന് വ്യംഗ്യം. ഇനി 21-ാം വാക്യം ടിനുവിന്റെ അപ്പൻ ജോർജ് കുട്ടിക്കുള്ള ഒരു ദൂതാണ്. ഭോഷനെ ജനിപ്പിച്ചവന് അത് ഖേദകാരണമാകും, മൂഢന്റെ അപ്പന് സന്തോഷമുണ്ടാകില്ല എന്ന്. നാട്ടുകാരുടെ സ്മരണ കൊണ്ട് ആ പാപം തുമ്മി ഊപ്പാട് വരുമെന്ന് ചുരുക്കം. സ്തോത്രം സ്തോത്രം. കാര്യങ്ങൾ മനസ്സിലാക്കിയവർ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. വീണ്ടും 25-ാം വാക്യത്തിൽ ഒന്നുകൂടി ഊന്നി പറയുന്നു, മൂഢനായ മകൻ അപ്പന് വ്യസനവും തന്നെ പ്രസവിച്ചവൾക്ക് കയ്പും ആകുന്നു എന്ന്. 28-ാം വാക്യത്തിൽ ടിനുവിനോട് അവസാനമായി വചനം ഇപ്രകാരം പറയുന്നു, മിണ്ടാതിരുന്നാൽ ഭോഷനെ പോലും ജ്ഞാനിയായും അതരം അടച്ചുകൊണ്ടാൽ വിവേകിയായും എണ്ണും എന്ന്. അതുകൊണ്ട് അപ്പോസ്തലിയ, നീ നാവടക്കൂ വല്ല പണിക്കും പോകൂ എന്ന്. ദൈവം നിനക്കും കുടുംബത്തിനും എല്ലാ സൗഭാഗ്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോ ശരി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.